കോട്ടയം മാന്നാനത്ത് പെണ്ണാർത്തോടിന് കുറുകെയുള്ള പാലത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നത് നാട്ടുകാർക്ക് ദുരിതമാകുന്നു. 2011 ആരംഭിച്ച നിർമ്മാണ ജോലികൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഇതോടെ യാത്രാക്ലേശം രൂക്ഷമാണ് ഈ മേഖലയിൽ. കാലപ്പഴക്കത്തെ തുടർന്ന് സഞ്ചാരയോഗ്യമല്ലാതായ പാലം പുനർനിർമ്മിക്കാൻ 2011 തീരുമാനിച്ചത്. ആദ്യഘട്ടത്തിൽ നിർമ്മാണ ജോലികൾ ത്വരിതഗതിയിലായിരുന്നുവെങ്കിലും പിന്നീട് അതിന്റെ വേഗം കുറഞ്ഞു. 2019 നിർമ്മാണ പ്രവൃത്തികൾ പാതി വഴിയിൽ മുടങ്ങി. തോട് ദേശീയപാതയുടെ ഭാഗമായതിനാൽ പാലത്തിന് വലുപ്പം കൂട്ടണമെന്ന നിർദ്ദേശം വന്നു. എന്നാൽ ഈ പ്രശ്നം പരിഹരിച്ച നിർമ്മാണം വീണ്ടും ആരംഭിച്ചുവെങ്കിലും 3 മാസം മുൻപ് വീണ്ടും നിർമ്മാണ ജോലികൾ നിലച്ചു. ഇതോടെ നാട്ടുകാരും വലിയ ആശങ്കയിലായിരിക്കുകയാണ്. 2011 മുതൽ അതിൻ്റെ ശ്രമം ആരംഭിച്ചു. 2018 അതിന് ഫണ്ട് അനുവദിച്ച് പണി ആരംഭിച്ചപ്പോൾ ദേശീയ ജലപാതയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് കൂടുതൽ ഉയർത്തി പണിയണമെന്നുള്ള ആവശ്യം ഉയരുകയും അതിനുശേഷം വീണ്ടും ഇതിന് ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. പിന്നീട് നിരവധി കാലം ഒരു തരത്തിലും മുന്നോട്ട് പോകാതിരുന്നപ്പോൾ വലിയ ജനകീയ സമരങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. അതിനെ തുടർന്ന് പണി ആരംഭിച്ച് ഒരു 3 മാസം കഴിഞ്ഞായിട്ടിപ്പോൾ പണി നടക്കുന്നില്ല. ഇത് ഈ പ്രദേശത്തോട് കാണിക്കുന്ന അവഗണനയാണ്. ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ കടന്നുപോകുന്നതിനെ ചൊല്ലിയുള്ള ആശയക്കുഴപ്പമാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണം. ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥയും നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇതുവഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അനങ്ങാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഇത്. ഞങ്ങൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മാന്നാനത്തുനിന്ന് ഈ വില്ലൂന്നിയൊക്കെ പോകണമെങ്കിലും എങ്ങോട്ട് പോകണമെങ്കിലും അഥവാ നീണ്ടൂർക്കൊക്കെ പോകണമെങ്കിൽ എളുപ്പമാണ്. രക്ഷയില്ല. ഇതുപോലെ ചാടി വേണം പോകാൻ. വണ്ടിയുടെ ഇടപാട്. KSDPയുടെ നേതൃത്വത്തിൽ റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി 24.83 കോടി രൂപ ചെലവഴിച്ചാണ് പാലം നിർമ്മിക്കുന്നത്. പുതിയ പാലം 228.7 മീറ്റർ നീളത്തിലും 12 മീറ്റർ വീതിയിലും വർഷകാല ജലനിരപ്പിൽ നിന്ന് 6 മീറ്റർ ഉയരത്തിലുമാണ് നിർമ്മിക്കുന്നത്. കോട്ടയം ജില്ലയുടെ കാർഷിക മേഖലയായ പടിഞ്ഞാറൻ മേഖലയിലേക്ക് പോകാനുള്ള പ്രധാന പാലം കൂടിയാണിത്. പാലം പണി പൂർത്തിയാക്കിയാൽ ടൂറിസത്തിനും കാർഷിക മേഖലയ്ക്കും ഒരുപോലെ ഗുണം ചെയ്യുമെന്നും നാട്ടുകാർ പറയുന്നു. കോട്ടയത്ത് നാരുൺ നീണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.